ഇറാനു വേണ്ടി നേരിട്ട് സൈനിക നടപടിയുമായി ഇറങ്ങില്ല എന്ന് റഷ്യ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് ഉറപ്പിക്കാൻ കഴിയാത്ത സ്ഥിതിയുണ്ട്. കാരണം പശ്ചിമേഷ്യയിൽ റഷ്യയുടെ ഏറ്റവും അടുത്ത പങ്കാളിയാണ് ഇറാൻ. മറ്റൊരു പങ്കാളിയായിരുന്ന സിറിയയിലെ ബാഷർ അൽ അസദ് ഭരണകൂടം ഇല്ലാതായ ഒരു സാഹചര്യം അവരുടെ മുന്നിലുണ്ട്. അവിടെ ഇപ്പോൾ അമേരിക്കയ്ക്ക് അനുകൂലമായ ഒരു സർക്കാരാണ് സിറിയയിൽ ഭരിക്കുന്നത്. അപ്പോൾ ഇനിയുള്ള ഏക പിടിവള്ളി റഷ്യയ്ക്ക് ഇറാനാണ്. അതുകൂടി നഷ്ടപ്പെട്ടാൽ പശ്ചിമേഷ്യയിൽ പിന്നെ റഷ്യയ്ക്ക് ഒരു റോൾ ഇല്ലാത്ത സാഹചര്യം വരും. അതുകൊണ്ട് തന്നെ ഇറാനിലെ നിലവിലെ ഷിയ ഭരണകൂടത്തെ നിലനിർത്തേണ്ടത് റഷ്യയുടെ കൂടി ആവശ്യമാണ്. ഇറാൻ ഭരണം അട്ടിമറിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നല്ലോ. ഇതോടെയാണ് യഥാർത്ഥ ജൂത ബുദ്ധി തിരിച്ചറിഞ്ഞ് റഷ്യ രംഗത്തെത്തിയത് എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇക്കാര്യങ്ങളൊക്കെ കണക്കിലെടുക്കുമ്പോൾ ഇറാന് നേരിട്ട് സൈനിക പിന്തുണ നൽകില്ല എന്നുള്ള മുൻ നിലപാടിൽ നിന്ന് റഷ്യ പിന്നോട്ടു പോകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഇതാണ് അന്താരാഷ്ട്ര നിരീക്ഷകരും പറയുന്നത്.